ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 10 competitors in a beauty contest are ranked by 3 judges in the following order. അതായത് ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് ആണ്, 10 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഒരു 3 ജഡ്ജസ് ആണ് അവിടെ അവരെ റാങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് യൂസ് കോറിലേഷൻ കോഎഫിഷ്യൻ ടു ഡിസ്കസ് വിച്ച് പെയർ ഓഫ് ജഡ്ജസ് ഹാവ് നിയറസ്റ്റ് അപ്രോച്ച്. ഏതൊക്കെ 2 ജഡ്ജസിനാണ്, ഏതൊക്കെ പെയർ ഓഫ് ജഡ്ജസിനാണ് ബ്യൂട്ടിയിൽ കോമൺ ടേസ്റ്റ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ജഡ്ജ് ഇട്ട റാങ്കുകൾ തന്നിട്ടുണ്ട്, സെക്കൻഡ് ജഡ്ജ് ഇട്ട റാങ്കുകൾ തന്നിട്ടുണ്ട്, തേർഡ് ജഡ്ജ് ഇട്ട റാങ്കുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെയർ ഓഫ് ജഡ്ജാണ്, ഇവിടെ 3 പേരുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെയൊക്കെ പെയറാക്കാം? ഫസ്റ്റും സെക്കൻഡും ഒരു പെയറാക്കാം, ഫസ്റ്റും തേർഡും ഒരു പെയറാക്കാം, അതേപോലെ സെക്കൻഡും തേർഡും ഒരു പെയറാക്കാം. അപ്പോൾ 3 പെയർ ഓഫ് ജഡ്ജസ് ഇവിടെ വരും. അപ്പോൾ ഈ 3 പെയർ ഓഫ് ജഡ്ജസിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റും സെക്കൻഡും ജഡ്ജസിൻ്റെ കോമൺ ടേസ്റ്റ് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇപ്പം സാധാരണത്തെ പോലെ നമ്മൾ 4 കോളം വരയ്ക്കുന്നു. ഫസ്റ്റ് ജഡ്ജ് ഇട്ട റാങ്കുകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് നമ്മൾ അങ്ങനെ എടുത്തെഴുതി. സെക്കൻഡ് ജഡ്ജ് ഇട്ട റാങ്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ അങ്ങനെ എടുത്തെഴുതി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുക? റാങ്ക് ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അവിടെ ആദ്യം 1ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 വരും, 6ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 വരും, ദെൻ 5ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 വരും, 10ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 6 വരും, 3ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 വരും, ദെൻ 2ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 8 വരും, 4ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 വരും, 9ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 8 വരും, 7ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 വരും, 8ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 വരും. ഓക്കെ, ഇനി സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 2ൻ്റെ സ്ക്വയർ 4, 1, 3ൻ്റെ സ്ക്വയർ 9, 6ൻ്റെ സ്ക്വയർ 36, 4ൻ്റെ സ്ക്വയർ 16, ദെൻ 8ൻ്റെ സ്ക്വയർ 64, 2ൻ്റെ സ്ക്വയർ 4, 8ൻ്റെ സ്ക്വയർ 64, 1ൻ്റെ സ്ക്വയർ 1, 1ൻ്റെ സ്ക്വയർ 1. ഇനി എന്ത് ചെയ്യണു? നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്യണു. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 200 ആണ് എന്ത് വരിക? ഡി സ്ക്വയർ, സിഗ്മ ഡി സ്ക്വയർ വരിക. നമ്മൾ സാധാരണത്തെ പോലെ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇക്വേഷനിൽ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ 200 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1. നമുക്കപ്പോൾ 1 മൈനസ് 1.21 കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ മൈനസ് 0.21. ഇതിപ്പോൾ ആര് തമ്മിലുള്ളതാണ്? ഫസ്റ്റ് ജഡ്ജും സെക്കൻഡ് ജഡ്ജും തമ്മിലുള്ളതാണ്. അതേപോലെ നമ്മളിനി അടുത്ത പെയർ ചെയ്യാൻ പോവുകയാണ്, ഫസ്റ്റ് ജഡ്ജും അതുപോലെ തേർഡ് ജഡ്ജും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ 4 കോളം വരയ്ക്കുന്നു. ഫസ്റ്റ് ജഡ്ജിൻ്റെ റാങ്ക് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് എഴുതുന്നു, തേർഡ് ജഡ്ജിൻ്റെ റാങ്കും നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് എഴുതുന്നു, അവർ കൊടുത്ത റാങ്ക് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് എഴുതുന്നു. നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആദ്യം 1ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 5, ദെൻ 6ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 2, ദെൻ 5ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 4, 10ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 2, 3ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 2, 2ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 0, 4ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 1, 9ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 1, ദെൻ 7ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 2, 8ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. ഓക്കെ, നമ്മളത് സ്ക്വയർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഡി സ്ക്വയറിൽ 5ൻ്റെ സ്ക്വയർ 25, 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ 16, 2ൻ്റെ സ്ക്വയർ 4, അഗെയിൻ 4, ദെൻ 0, ദെൻ 1, 1, ദെൻ 2ൻ്റെ സ്ക്വയർ 4, ദെൻ 1. ഓക്കെ, ഇനി എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡി സ്ക്വയർ വരിക 60 ആണ്. ഓക്കെ, ഇനി നമുക്കത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 മൈനസ് 6 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1 വരും. അപ്പോൾ ഫൈനൽ ആൻസർ വരിക 1 മൈനസ് 0.364 ഈസ് ഈക്വൽ ടു 0.636 വരും. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെയറും കൂടെ ഉണ്ട്, സെക്കൻഡും തേർഡ് ജഡ്ജും. അപ്പോൾ നമ്മൾ ഇതേപോലെ കോളംസ് വരയ്ക്കണം. സെക്കൻഡ് ജഡ്ജിൻ്റെ റാങ്കുകൾ നമ്മൾ എടുത്തെഴുതുന്നു, അതുപോലെ തേർഡ് ജഡ്ജിൻ്റെ റാങ്കുകൾ നമ്മൾ എടുത്തെഴുതുന്നു. നമ്മൾ റാങ്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ 3ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 3, ദെൻ 5ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 1, 8ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 1, 4ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 4, 7ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 6, ദെൻ 10ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 8, ദെൻ 2ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 1, 1ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 9, 6ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 1, 9ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. ഞാൻ അതിൻ്റെ ഡി സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ 9, 1,
1 4ൻ്റെ 16 വരും, 36 വരും, ദെൻ 64 വരും, 1 വരും, 81 വരും, 1 വരും, 4 വരും. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 214. ഓക്കെ, ഇനി അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. അപ്പോൾ 1 മൈനസ് 6 ഇൻറ്റു 214 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഫൈനൽ ആൻസർ വരിക 1 മൈനസ് 1.30 ഇസ് ഈക്വൽ ടു മൈനസ് 0.30. ഓക്കെ, അപ്പോൾ നമുക്ക് 3 വാല്യൂസും കിട്ടി. 3 പെയർ ഓഫ് ജഡ്ജസിൻ്റെ കോറിലേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റും സെക്കൻഡും എടുത്തപ്പോൾ നമുക്ക് നെഗറ്റീവ് 0.21 വന്നേ. ദെൻ ഫസ്റ്റും തേർഡും എടുത്തപ്പോൾ നമുക്ക് പോസിറ്റീവ് 0.636 വന്നു. ദെൻ സെക്കൻഡും തേർഡും എടുത്തപ്പോൾ നമുക്ക് എത്ര വന്നു, ഇപ്പം കിട്ടിയ മൈനസ് 0.30 വന്നു. അപ്പോൾ ഇതിൽ ആദ്യം കണ്ടുപിടിച്ചതും അവസാനം കണ്ടുപിടിച്ചതും നെഗറ്റീവ് ഫിഗേഴ്സാണ്. അപ്പോൾ അവിടെ നമുക്ക് രണ്ടുപേർക്കും ഒരേ ടേസ്റ്റ് ആണ്, ഒരു പോസിറ്റീവ് കോറിലേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ ആദ്യം നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ കിട്ടിയത് എവിടെയാണ്, ഫസ്റ്റും തേർഡും ജഡ്ജിൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്, ഫസ്റ്റ് ജഡ്ജിനും തേർഡ് ജഡ്ജിനുമാണ് നമുക്ക് ഒരു സിമിലാരിറ്റി ഓഫ് തോട്ട് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മളത് കൺക്ലൂഡ് ചെയ്യണം. അപ്പം ഇങ്ങനെ എഴുതുക, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇൻ ദിസ് കേസ് ഓഫ് first and third judges is greater than the other two pairs. Therefore, first and third judges have highest similarity of thought and have the nearest approach to common taste in beauty. അങ്ങനെ കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് 2 ക്വസ്റ്റ്യൻ. ഇനി അതിലൊരു രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ്. ഇപ്പം ചെയ്ത 2 പ്രോബ്ലത്തിലും നമുക്ക് റാങ്കുകൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് റാങ്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. ജസ്റ്റ് 2 വേരിയബിൾസും അതിൻ്റെ വാല്യൂസും മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. നമ്മളതിനെ റാങ്ക് നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മൾ പ്രോബ്ലം ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു പ്രോബ്ലം നോക്കാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ പോവർട്ടി ആൻഡ് ഓവർ ക്രൗഡിങ് ഫ്രം ദ ടേബിൾ ബിലോ. അതായത് പോവർട്ടിയും ഓവർ ക്രൗഡിങ്ങും ഒരു 10 സിറ്റി തന്നിട്ടുണ്ട്. അവിടെ പോവർട്ടിയും ഓവർ ക്രൗഡിങ്ങും തമ്മിലുള്ള റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. ഇപ്പം ഈ വാല്യൂസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് റാങ്ക് അല്ല, ഇത് ജസ്റ്റ് കുറച്ച് വാല്യൂസ് തന്നിരിക്കുകയാണ്. റാങ്ക് ആകുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പോൾ ഇത് റാങ്ക് അല്ല, ജസ്റ്റ് വാല്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പോവർട്ടിനെ ആദ്യം റാങ്ക് ചെയ്യുക, ഓവർ ക്രൗഡിങ്ങിന് പിന്നെ റാങ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കോളംസ് ഇങ്ങനെ വരയ്ക്കുക. ആദ്യം ടൗണ്, പിന്നെ പോവർട്ടി, അതിനെ തന്നെ 2 കോളായിട്ട് ഡിവൈഡ് ചെയ്യുക, വാല്യൂസ് എഴുതാനും റാങ്ക് എഴുതാനും. ദെൻ ഓവർ ക്രൗഡിങ്, അതിനെയും 2 കോളായിട്ട് ഡിവൈഡ് ചെയ്യുക, വാല്യൂസ് എഴുതാനും റാങ്ക് എഴുതാനും. പിന്നെ സാധാരണത്തെ പോലെ നമ്മുടെ ഡിയും ഡി സ്ക്വയറും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പോവർട്ടി, ആദ്യം പോവർട്ടി എടുക്കാം. പോവർട്ടിയിലുള്ള ഓരോ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് ചെയ്യണം. അപ്പം ഇതിൽ ഹയസ്റ്റ് വരുന്ന വാല്യൂവിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. അപ്പം ഇതിൽ 17 ഹയസ്റ്റ്. അപ്പോൾ 17 നമ്മൾ 1 കൊടുത്തു. ദെൻ 16 നമ്മൾ 2 കൊടുത്തു. ദെൻ 15 നമ്മൾ 3 കൊടുത്തു. ദെൻ 14 നമ്മൾ 4 കൊടുത്തു. 13 5 കൊടുത്തു. ദെൻ പിന്നെ 12 6 കൊടുത്തു. 11 7 കൊടുത്തു. ദെൻ 9 8 കൊടുത്തു. 7 9 കൊടുത്തു. 6 10 കൊടുത്തു. ഇങ്ങനെ നമ്മൾ അതിനെ റാങ്ക് ചെയ്തു. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓവർ ക്രൗഡിങ്ങിൻ്റെ വാല്യൂസിന് ഹയസ്റ്റ് വരുന്ന വാല്യൂവിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. ദെൻ ലോവസ്റ്റ് വരുന്ന വാല്യൂവിന് 10th റാങ്ക് കൊടുക്കുക. അങ്ങനെ റാങ്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ നേരത്തെ കിട്ടിയ ക്വസ്റ്റ്യൻ പോലെയായി, 2 റാങ്കുകൾ കിട്ടി, 2 വേരിയബിളിൻ്റെ റാങ്കുകൾ കിട്ടി. ഇനി നമ്മൾ സാധാരണത്തെ പോലെ എന്ത് കണ്ടുപിടിക്കുക, ഡി കണ്ടുപിടിക്കുക. അപ്പോൾ ഡി കണ്ടുപിടിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്, ഈ 1ഉം അതുപോലെ ഈ 2ഉം കൂടെ വേണം കമ്പയർ ചെയ്യാൻ. ഇപ്പോൾ 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. ദെൻ 5ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 4. 3ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 0. 2ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 3. ദെൻ 10ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. ദെൻ 7ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 0. 4ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 0. 8ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. 9ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. 6ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 3. ഇനി നമ്മൾ അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 1 16 0 9 ദെൻ 4 0 0 4 1 9. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 44 വരും. നമ്മൾ സാധാരണത്തെ പോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. R is equal to 1 minus 6 sigma d square divided by n into n square minus 1. അപ്പോൾ 1 minus 6 into 44 divided by 10 into 10 square minus 1. അപ്പോൾ ഫൈനൽ ആൻസർ വരിക 1 minus 0.267 ചെയ്യുമ്പോൾ 0.733 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് 2 സിറ്റുവേഷൻ. ഓക്കെ.